സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ വലിയ പ്രതിഷേധമാണ് കേരളത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നടന്നു വരുന്നത്. സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പരിസ്ഥിതി പ്രവർത്തകരടക്കം സമരം ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കണ്ടിരുന്നു. അതിൻ്റെ തുടർച്ചയെന്നോണമാണ് ഇന്നിപ്പോൾ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ പരിസ്ഥിതി പ്രവർത്തകരും സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമരസമിതിയും ഒരു പ്രതിഷേധ സമരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. സിൽവർ ലൈൻ പദ്ധതി പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുക എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇങ്ങനൊരു പ്രതിഷേധം. ഭൂമി ഏറ്റെടുക്കൽ ഉത്തരവ് പിൻവലിക്കുക, സമരക്കാർക്കെതിരെ എടുത്ത കള്ളക്കേസുകൾ പിൻവലിക്കുക, നിലവിലുള്ള റെയിൽപാത വികസിപ്പിച്ച് യാത്രാ ക്ലേശം പരിഹരിക്കുക. അപ്പോൾ സിൽവർ ലൈൻ വേണ്ട എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. നിലവിലുള്ള റെയിൽവേ ലൈനുകൾ അത് വികസിപ്പിച്ചുകൊണ്ട് യാത്രാ ക്ലേശം പരിഹരിക്കണം എന്നുള്ള ആവശ്യം കൂടി ഇവർ ഉന്നയിക്കുന്നുണ്ട്. പരിസ്ഥിതി പ്രവർത്തകനായിട്ടുള്ള ഈ സമരം ഈ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ള ശ്രീധർ രാധാകൃഷ്ണൻ ഇപ്പോൾ മീഡിയോടൊപ്പമുണ്ട്. ഇപ്പോൾ സിൽവർ ലൈൻ പദ്ധതി പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ആവശ്യം. എന്തുകൊണ്ടാണ് നിങ്ങൾ ആ പദ്ധതി ഇപ്പോഴും ഇങ്ങനെ പൂർണ്ണമായിട്ട് നിശ്ചിതം എതിർക്കുന്നത്? അല്ല, അത് ഒന്ന് പരിസ്ഥിതിക്ക് ഇണങ്ങാത്ത, കേരളത്തിൻ്റെ പരിസ്ഥിതിക്ക് ഏറ്റവും കോട്ടം തട്ടുന്ന പദ്ധതിയാണ്. സാമ്പത്തികമായി കേരളത്തിനെ തകർക്കുന്ന പദ്ധതിയാണ്. ജനങ്ങളെ മുഴുവനും നമ്മളെല്ലാം കണ്ടതാണ്, മഞ്ഞക്കുറ്റിയൊക്കെ ഇട്ട് അടിച്ചമർത്തി. അപ്പോൾ അതല്ലാതെ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം കുറഞ്ഞത് 1 ലക്ഷം ആൾക്കാരെങ്കിലും ഒഴിപ്പിക്കാതെ ഈ പദ്ധതി നടപ്പാക്കാൻ പറ്റില്ല. അപ്പോൾ കേരളത്തിൽ അത്തരത്തിലുള്ള പദ്ധതി, ഇത്രയും വിനാശകരമായ പദ്ധതി ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള അടുത്ത ചോദ്യം. പിന്നെ സാമാന്യ മനുഷ്യൻ്റെ ബോധമുണ്ടല്ലോ, ഈ നാട്ടിലുള്ള സാമാന്യ മനുഷ്യർ, സാധാരണക്കാർ ചിന്തിക്കുന്ന അല്ലെങ്കിൽ അവർ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന രീതിക്ക് വളരെ വിരുദ്ധമായിട്ടുള്ള, അവരെല്ലാം അടിച്ചമർത്തിയിട്ട് ഇത്തരത്തിലൊരു പദ്ധതി ഉണ്ടാക്കിയിട്ട് കുറച്ച് പേർക്ക്, നല്ല കാശ് കൊടുക്കാൻ പറ്റുന്ന കുറച്ച് പേർക്ക് വേണ്ടി മാത്രം യാത്ര ചെയ്യുന്ന പദ്ധതി പോലെ വിഭാവനം ചെയ്ത ഒരു പദ്ധതി ശരിക്കും പറഞ്ഞാൽ കേരളത്തിന് ആവശ്യമില്ല എന്നുള്ളതാണ് ഒന്ന്. സർക്കാർ ഇപ്പോഴും ഈ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല. കേരളത്തിൻ്റെ റെയിൽവേ വികസിക്കേണ്ടതായുണ്ട്, അതിന് സിൽവർ ലൈൻ വേണം എന്നുള്ള നിലപാടിലാണ് സംസ്ഥാന സർക്കാർ ഇപ്പോഴും ഉള്ളത്. അതിനകത്ത് കേന്ദ്രത്തിൻ്റെ ഒരു നോ ഒബ്ജക്ഷൻ വന്നിട്ടുമില്ല. അപ്പോൾ അങ്ങനെ സർക്കാർ ഇപ്പോഴും മുന്നോട്ട് പോവുകയാണ്. അല്ല, ആ പദ്ധതി ഇവർ ഇനി എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചാലും കടലാസിലും വാചകമടിയിലും മുഖ്യമന്ത്രിയുടെ ഇതുണ്ടല്ലോ, എന്താണ് നടപ്പാക്കും, വന്നിരിക്കും എന്നൊക്കെ പറയുന്ന റെട്ടറിക്കിൽ മാത്രം ഒതുങ്ങും. ഇത് നടക്കില്ല. എന്താണ് ശരിക്കും നടത്തേണ്ടത് അല്ലെങ്കിൽ നടക്കാൻ സാധ്യതയുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം തന്നെ ഇന്ത്യൻ റെയിൽവേസിൻ്റെ ഒരു വികസനമുണ്ട് ദേശീയ തലത്തിൽ. നമ്മൾ രാഷ്ട്രീയം പറയുന്നതല്ല, സംസ്ഥാനത്തിൻ്റെ നല്ലതിനും ആവശ്യത്തിനും പറയുകയാണ്. സാധാരണ ജനങ്ങൾക്കെല്ലാം പോകാൻ പറ്റുന്ന ഒരു 2 ലൈനും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് അത് ഹൈ സ്പീഡായിട്ട് ഓടിക്കുന്ന ലൈൻ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഓടുന്ന വന്ദേ ഭാരത് പോലും അതിനകത്ത് കൂടുതൽ സ്പീഡിൽ ഓടാൻ പറ്റും. ഇപ്പോൾ കേരളത്തിൻ്റെ യഥാർത്ഥ വികസനം ഒരു എവല്യൂഷണറി, അതായത് ഘട്ടം ഘട്ടമായിട്ട് അടുത്ത നിലയ്ക്ക് പോകാനുള്ള ഒരു രീതി റെയിൽവേ എന്താണ് ശരിക്കും ഇന്ത്യൻ റെയിൽവേസ് ആണ് നടപ്പാക്കേണ്ടത്. അതിന് സംസ്ഥാന സർക്കാർ എന്താണോ ചെയ്തു കൊടുക്കേണ്ടത്, ഭൂമി ഏറ്റെടുത്ത് കൊടുക്കലാണോ, അതല്ല അതിനുവേണ്ടി കുറച്ച് എന്താണ് നമ്മളിവിടെ അതിനകത്തൊരു സംഭാവന കൊടുക്കേണ്ടതാണോ, അത്തരത്തിലുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നതിനെ പോലും തകർക്കുന്ന രീതിയിലാണ് ഈ പദ്ധതി മുന്നിൽ നിൽക്കുന്നത്. ഇത് ഒഴിവാക്കാത്തടത്തോളം മറ്റത് വരില്ല. ജനങ്ങൾക്ക് ആവശ്യമുള്ള ഒരു പദ്ധതി പോലും വരാതിരിക്കുന്നതിൻ്റെ കാരണം ഇതുപോലത്തെ പദ്ധതികളാണ്. അപ്പോൾ ഇതിപ്പോൾ എന്തായാലും ഒരു സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതി കുറേ നാളായിട്ട് സമരം നടത്തുന്നുണ്ട്. ഈ സമരം നടത്തുമ്പോഴും സർക്കാർ അങ്ങ് അവരുടെ സ്റ്റാൻഡ് ഉറച്ചു നിൽക്കുകയാണ്. അപ്പോൾ സമരത്തിൻ്റെ മുഖം മറ്റു തരത്തിലേക്ക് മാറ്റാൻ ഇപ്പോൾ ആലോചനയുണ്ടോ? അല്ല, അതെനിക്ക് തോന്നുന്നു സമരസമിതി തന്നെ ആലോചിക്കേണ്ട കാര്യമാണ്. ഘട്ടം ഘട്ടമായിട്ട് ഇപ്പം ഇന്ന് നടത്തുന്ന ഉപവാസ സമരം തന്നെ അത്തരത്തിൽ കുറച്ചും കൂടെ കടുപ്പിക്കേണ്ടി വരും എന്നുള്ളതാണ്. അതിൽ 2-3 കാര്യങ്ങളാണ്. ഒന്ന്, ഇത് ഉപേക്ഷിക്കണം എന്നുള്ളത്. 2, ഒരുപാട് കേസുകൾ സാധാരണ ആൾക്കാർക്കെതിരെ ഉണ്ട്. ഈ അനധികൃതമായിട്ട് സർക്കാരിന് ഒരു അധികാരമില്ലാത്തപ്പോൾ ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി മഞ്ഞക്കുറ്റിയൊക്കെ ഇട്ടിട്ട് പോലീസുകാരെ കൊണ്ട് ഇത്രയും കേസുകൾ എടുപ്പിച്ചത് പിൻവലിക്കണ്ടേ? കാരണം മഞ്ഞക്കുറ്റി ഇട്ടത് തന്നെ അനധികൃതമാണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അത് 2ാമത്തെ കാര്യം. 3, ഈ പദ്ധതി പൂർണ്ണമായും ഉപേക്ഷിക്കണം. 4, ശരിക്കുമുള്ള വികസനം ഇന്ത്യൻ റെയിൽവേസുമായിട്ട് സഹകരിച്ചുകൊണ്ട് വരേണ്ട ആവശ്യമുണ്ട്. പിന്നെ ഇതിനെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പുതിയ പദ്ധതിയുടെ ആവിഷ്കാരങ്ങൾ ഈ ശ്രീധരനൊക്കെ കൊണ്ടുവരുന്നുണ്ട്. പഴയതിനെ പുതിയ രീതിയിൽ പാക്കേജ് ചെയ്തിട്ട് കേരളത്തിൻ്റെ വിഭവങ്ങൾ വച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ, അതിലേക്ക് ഭൂപ്രകൃതി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് നടക്കുന്ന കാര്യമല്ല എന്നുള്ളതാണ്. എന്തായാലും സിൽവർ ലൈൻ പദ്ധതി കേരളത്തിൻ്റെ വലിയ വികസന പദ്ധതിയല്ല, അങ്ങനെയുള്ള വികസനമല്ല വരേണ്ടത് എന്നുള്ള നിലപാടാണ് സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമരസമിതിക്കുള്ളത്. നിലവിലുള്ള റെയിൽവേ ലൈൻ കൂടുതൽ വികസിപ്പിച്ചുകൊണ്ട് അതിനകത്ത് കൂടുതൽ ട്രെയിനുകൾക്ക് വേഗത്തിൽ പോകാൻ പറ്റുന്ന ക്രമീകരണം ഒരുക്കണം, അങ്ങനെ യാത്രാ ക്ലേശം പരിഹരിക്കണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. തിരുവനന്തപുരത്ത് നിന്ന് ബിജു മടവൂരിനൊപ്പം ഷിജോ കുര്യൻ, മീഡിയ 1.